KC Venugopal ji, AP Anil Kumar ji, Ismail Muttadam ji, KC Kunju Mohammed ji, K Ajmal ji, Rubina Teacher ji, Shaijal Edapata ji, Jerin ji Anand ji, brothers and sisters, friends, I'd like to welcome all of you here today. വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. It's an honor for me to come here and speak to you today. ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കാണുകയാണ്. I made 2 new friends and I was asking them to give a little speech, but they refused. എനിക്കിവിടെ വന്നപ്പോൾ 2 പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു, എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാം, പക്ഷെ അവർ അത് അനുസരിച്ചില്ല. They told me that next time I come they will give the speech. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവർ സംസാരിക്കുന്നതാണ് അവരോട് പറഞ്ഞത്. Anyway, it's very interesting for me to speak to them because they are the future of this country. അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. കാരണം അവരാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി, നമുക്കെല്ലാവർക്കും അറിയാം. And one of them wants to be a doctor, other one wants to be a policewoman. ഒരാൾക്ക് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം, മറ്റേയാൾ ഒരു പോലീസുകാരിയാകണമെന്നാണ് ആഗ്രഹം. And then I asked her, why do you want to be a policewoman? She said, I want to be a policewoman because I want to protect those who are weak and those who are poor. എന്തുകൊണ്ടാണ് പോലീസ് ആകണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് പാവപ്പെട്ടവരെ, ദുർബലരായ ആളുകളെ സഹായിക്കണം, ശക്തിപ്പെടുത്തണം, അതുകൊണ്ടാണ് ഞാൻ പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ചത്. She didn't say that I want to take what belongs to the poor people. അവൾ ഒരിക്കലും പറഞ്ഞില്ല പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങാനാണ് ഞാൻ പോലീസ് ആവണമെന്ന് അവരൊരിക്കലും പറഞ്ഞില്ല. ആ കുട്ടി പറഞ്ഞില്ല. There is natural instinct in her to protect people, to look after people. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്വഭാവം അവളിലുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള, അതാണത് സൂചിപ്പിക്കുന്നത്. Then to check, I asked her, but you will have a stick, will you beat people? ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ കയ്യിലൊരു വടി ഉണ്ടാവുമോ ആളുകളെ തല്ലാനായിട്ട്? So she said, no, I will not beat anybody. അവൾ പറഞ്ഞു, ഞാൻ ആരെയും തല്ലില്ല എന്ന്. So she is very well positioned to be the future of a state like Kerala. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഏറ്റവും യോജിച്ച ഒരു ഭാവിയിലെ സഹോദരിയാണ് അവളെന്ന് അവൾ തെരഞ്ഞെടുത്ത് അവൾ തെളിയിച്ചിരിക്കുകയാണ്. And I am happy that we are putting in place this new platform. So maybe one day she can travel on the train from here and go in search of her dreams. വളരെ സന്തോഷമുണ്ട്. നമ്മളിന്ന് ഈ റെയിൽവേ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യാണ്. കുറേ നാൾ കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനും പൂവണിഞ്ഞ് അത് പരിശോധിക്കാനും ഒക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകാൻ ആ കുട്ടിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. Of course, when I say her, I don't mean only one little girl. I mean the millions and millions of little children who are living in Kerala, who are living in Wayanad. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് മാത്രം പറയാനല്ല, ഇങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾ, നമ്മുടെ കൊച്ചുകുട്ടികൾ വലിയ പ്രതീക്ഷകളുമായി, വലിയ ചിന്താഗതികളുമായിട്ട്, വലിയ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി, അവരുടെയൊക്കെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെയും വയനാട്ടിലെയും മലപ്പുറത്തെയും ഒക്കെ ആ കുട്ടികളെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. And in a sense, the railways are a fundamental part of our country. റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു നമ്മുടെ സംഗതിയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. I like the railways because they belong to everybody. ഞാൻ റെയിൽവേ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ റെയിൽവേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. They don't belong to any one person, they belong to the whole country. അവരേതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, അവരെല്ലാം ഈ റെയിൽവേ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ തന്നെ പൊതു സ്വത്താണ്. And it allows millions of our people to travel cheaply. അത് നമ്മുടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിനായ ആളുകൾക്ക് യാത്ര വളരെ സൗജന്യമായി ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യം അവർ ഒരുക്കുന്നുണ്ട്. And the poorest people, painters, laborers, carpenters, they can travel to different parts of the country relatively cheaply. വളരെ നമ്മുടെ രാജ്യത്തെ പെയിന്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കാർപ്പൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ പാവപ്പെട്ട താഴെ തട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ വളരെ മിതമായ നിരക്കിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഈ റെയിൽവേ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ. But at the same time, I have a little bit of discomfort these days.
ഈ അടുത്ത നാളുകളായിട്ട് എനിക്ക് ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ തോന്നുന്നുണ്ട്. I noticed in the last budget that the government is intent on privatizing this Indian asset. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നത് കാണുന്നത്. And this is a threat to millions and millions and millions of poor people who travel using our railways. ദശലക്ഷക്കണക്കിനായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് അവരുപയോഗിക്കുന്ന ഈ റെയിൽവേയെ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ചിന്താഗതികളുണ്ട്. It is also going to create a problem for the millions of employees who ഇവിടെ ഗവൺമെന്റ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. There are certain things that I consider and we all consider strategic assets of the people of our country. നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്വത്തുകളായിട്ട് നമ്മൾ കാണുന്ന ചില സംഗതികളുണ്ട്. ഇതുപോലുള്ള certain public sector units, the railways, our agricultural system. അതായത് ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മുടെ റെയിൽവേകൾ, അതുപോലെ ചില കാർഷിക മേഖലയിലെ ചില പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള രാജ്യത്തിന്റെ അഭിമാനകരമായിട്ടുള്ള സമ്പത്തുകളാണ്. In a sense, these are the backbone of what we call Bharat Mata. ഇത് ഭാരത് മാത എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലാണ് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളും കാർഷിക മേഖലയും റെയിൽവേയും ഒക്കെ തന്നെ. And when somebody puts a price on the railways, I'm always convinced that the price will always be too low. നമ്മുടെ ഇത്തരം റെയിൽവേയെ ആരെങ്കിലും വില നിശ്ചയിക്കുകയാണെങ്കിൽ അത് വലിയ വിലയായിരിക്കുമെന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. What is the price of someone who's going to see his ailing father? നമ്മളെ ഒരു വയസ്സായിട്ടുള്ള രോഗിയായിട്ടുള്ള അച്ഛനെ കാണാൻ പോകുന്നതിനുള്ള വില എന്താണ്? What is the price of a young student who is going to university for the first time? ഒരു വളരെ ചെറുപ്പമുള്ള ഒരു നമ്മുടെ കുട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി ആദ്യമായി പോകുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള വില? So I don't like it when we put a price on some of these things. ഈ കാര്യങ്ങൾക്കൊക്കെ വിലയിടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. And that is how I view the Indian Railways. അതുകൊണ്ടാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞത്. I am very happy that we are building this platform and it's going to change. I'm certain it's going to change the lives of many people here. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഇതുപോലൊരു പ്ലാറ്റ്ഫോം നമ്മൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇത് ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And I thank our MLA for helping us build this railway, this platform. ഈ പ്ലാറ്റ്ഫോം പണിയാൻ മുൻകൈയെടുത്ത നമ്മുടെ MLA-യോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. And I also thank the people who are going to do the hard work, the people from the railways, the people who are going to build this platform. ഈ പ്ലാറ്റ്ഫോം പൂർത്തീകരിക്കുന്നതിന് സഹായിച്ച റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ, തൊഴിലാളികൾ, അവരോടെല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. It is always an honor for me to come here and speak to you. ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള ഒരു ബഹുമതിയായിട്ട് ഒരിക്കൽ കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Today in one of the functions somebody said that they are proud of the work I do. ഇന്ന് മറ്റൊരു ചടങ്ങിൽ വെച്ച് പ്രാസംഗികൻ പറയുകയുണ്ടായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് അവർക്ക് അഭിമാനമുണ്ട് എന്നുള്ളത്. And in my speech I said, look, the work I do is only possible because of the people and the spirit of the people of Wayanad. ഞാൻ അതിന്റെ മറുപടി പ്രസംഗത്തിൽ അവരോട് പറയുകയുണ്ടായി, അതിന് മറുപടിയായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ചെയ്യാൻ കഴിയുന്നത് വയനാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ നൽകുന്ന പ്രചോദനം കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. I come here, there are people from different religions, people with different ideas, people with different political views, but they all get together, live peacefully and harmoniously. ഇവിടെ ഒരുപാട് പേരുണ്ട്, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ. പക്ഷേ അവരെല്ലാവരും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. With mutual respect, with affection. പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവരും ജീവിക്കുന്നത്. In today's India, this has no price.
ഇവിടെ വർത്തമാനകാല ഇന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. This is priceless. ഇതൊരു വിലയില്ലാത്ത കാര്യമായിട്ടാണ് ചിലർ തോന്നുന്നത്. So, I learn from you. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത് കൂടുതലായിട്ട്. When I go somewhere where people are angry with each other, where they are fighting, I think about you. And I tell them, look, there is a place called Varnar, where people with different ideas, different religions, different sentiments, they all work together happily. ഞാൻ ചില സ്ഥലങ്ങൾക്ക് പോകുന്നുണ്ട്, അവിടെയൊക്കെ തന്നെ പരസ്പരം പോരടിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഈ വയനാടിനെ കുറിച്ച് നോക്കൂ, അവിടെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുന്ന കാണുന്ന പ്രദേശമാണ് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. I tell them, go and see the beautiful place, go and see the mountains, go and see what is going on over there. ഞാൻ അവരോട് പറയാറുണ്ട്, ഈ മനോഹരമായ പ്രദേശം ഒന്ന് കാണൂ, ഈ മനോഹരമായ പർവ്വത നിരകളെ കാണൂ, ഈ മനോഹരമായ പ്രദേശത്ത് പോയിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. So, I'd like to thank you for that. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകമായി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അക്കാര്യത്തിൽ. Namaskar. നമസ്കാരം. थैंक यू सर. नमस्कार, मैं हूं मानक गुप्ता. अगर आपको हमारा ये वीडियो पसंद आया हो तो इसे लाइक और शेयर जरूर करें और हाँ, हमें सब्सक्राइब और फॉलो करना ना भूलें ताकि आप देश और दुनिया की कोई खबर मिस ना करें. तो जुड़े रहिए हमारे साथ और देखते रहिए News 24.